എല്ലാ പുറത്തുള്ള എല്ലാ വിഷയങ്ങളും മനസ്സിലെത്തിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളില്ലെങ്കിൽ നമ്മൾ വിഷയങ്ങളെ മനസ്സിലെത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പുറമേയുള്ള വിഷയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലെത്തിക്കുകയും അതിന് കണക്കായിട്ടുള്ള ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഭക്തന്മാർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നമ്മൾ ഈശ്വര സാക്ഷാത്കാരം നേടുക. അതാ, വേറൊന്നും ഭക്തന്മാരുടെ ലക്ഷ്യമല്ല അത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ഈ അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കണം. അപ്പോൾ എല്ലാ ഭക്തന്മാരും വളരെ ശ്രദ്ധിക്കണമാണ്. ഒരു ഭക്തനാണോ എന്നറിയാൻ ആദ്യം അവന് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, കാമം ഉണ്ടാകാൻ പാടില്ല, ക്രോധം ഉണ്ടാകാൻ പാടില്ല, ഡംബ് ഉണ്ടാകാൻ പാടില്ല. അതായത് ഞാൻ വലിയ ആളെന്നുള്ള ഒരു ധാരണയൊന്നും ഒരു ഭക്തനും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ നശിപ്പിക്കണം. എങ്ങനെയാണ് നശിപ്പിക്കുക? നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ ഈ വിദ്യ അഭ്യസിക്കണം. എന്നാൽ മാത്രം